വീണ്ടും ഒരു ശബരിമല തീർത്ഥാടനത്തിന് തുടക്കമായപ്പോൾ സന്നിധാനം കണ്ടത് അസാധാരണ സാഹചര്യം. മണിക്കൂറുകളോളം നീണ്ട ക്യൂ, ദർശനം നടത്താനാകാതെ മടങ്ങുന്ന ഭക്തർ, വെള്ളം കിട്ടാത്തവർ, ശുചിമുറി ഉപയോഗിക്കാനാകാത്തവർ, അങ്ങനെ പ്രശ്നങ്ങൾ ഏറെ. ഇതൊക്കെ ഭക്തർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നൊരുക്കത്തിലെ വീഴ്ച തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ തിരക്ക് നിയന്ത്രണം. അയ്യപ്പ സംഗമം നടത്തി ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട സർക്കാരും ദേവസ്വം വകുപ്പും വരുത്തിയ വീഴ്ചയിൽ കോടതി പോലും ആശങ്ക അറിയിച്ചു. വിശദമായി നോക്കാം ടോപ്പ് 10. ആദ്യം ഇന്നത്തെ 10 പ്രധാന തലക്കെട്ടുകൾ. നിയന്ത്രണത്തിലും പാളി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ദേവസ്വം ബോർഡിന് വീഴ്ചയെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയമായാണ് തിരക്ക് നിയന്ത്രിക്കേണ്ടതെന്നും ഏകോപനം ഉണ്ടായില്ലെന്നും വിമർശനം. കോടതിയുടെ ആശങ്ക മാനിക്കുന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ്. സർക്കാർ കുഴപ്പത്തിലാക്കിയെന്നും UDF സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. നടന്നത് മനുഷ്യാവകാശ ലംഘനമെന്ന് BJP. ഇനി പാളരുത്. ശബരിമലയിൽ തീർത്ഥാടകർക്ക് കൂടുതൽ നിയന്ത്രണം. സ്പോട്ട് ബുക്കിംഗ് ദിനം പ്രതി 5000 മാത്രമാക്കി നിയന്ത്രണം. തിങ്കളാഴ്ച വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് കർശനമായി നിയന്ത്രിക്കും. ഒരു ദിവസം 75,000 പേർക്ക് മാത്രം ദർശനം. ശബരിമലയിൽ ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയം. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് കോടതിയിൽ. കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ. ഹർജി നാളെ പരിഗണിക്കും. ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. SIR നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 97% ഫോമുകളും വിതരണം ചെയ്തു. BLOമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റം ചുമത്തുമെന്നും രത്തൻ ഖേൽക്കർ. ആലപ്പുഴയിൽ BLOമാർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കളക്ടറുടെ ശാസന. SIRനെതിരായ കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിമതരിൽ വീർപ്പുമുട്ടി പാർട്ടികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാശിയേറിയ മത്സരത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് മത്സരിക്കാം. തിരുവനന്തപുരം മുട്ടട വാർഡിൽ വോട്ട് നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFിലെ VM വിനുവിന് മത്സരിക്കാനാകില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. മുന്നണികൾക്ക് തലവേദനയായി പലയിടത്തും വിമതശല്യം. തിരുവനന്തപുരം ഉള്ളൂരിൽ വിമതനായി മത്സരിക്കുന്ന ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് K. ശ്രീകണ്ഠനെ CPMൽ നിന്ന് പുറത്താക്കി. വകുപ്പിനു വേണ്ടി വഴക്കായി. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഭ്യന്തര വകുപ്പിനും സ്പീക്കർ സ്ഥാനത്തിനും അവകാശവാദം ഉന്നയിച്ച് BJPയും JDUവും. പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ. തമിഴ്നാട്ടിൽ ബീഹാർ ആവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി. ഭീകരതയുടെ വേരു തേടി. ഡൽഹി സ്ഫോടന കേസ് പ്രതികളുടെ സാമ്പത്തിക സ്രോതസ് തേടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അൽ ഫലാഖ് സർവകലാശാലയിൽ 415 കോടി രൂപയുടെ ക്രമക്കേടെന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായെന്നും റിപ്പോർട്ട്. മനുഷ്യക്കടത്ത് കേസിൽ മുഖ്യപ്രതി മധു ജയകുമാറിനെ 24 വരെ റിമാൻഡ് ചെയ്ത് കൊച്ചി NIA കോടതി. ഇന്ത്യയിൽ നിന്ന് 14 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയെന്ന് മൊഴി. പുതിയ തന്ത്രം. സൗദി അറേബ്യയെ പ്രധാന NATO ഇതര സഖ്യകക്ഷിയായി പ്രഖ്യാപിച്ച അമേരിക്ക. തീരുമാനം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അമേരിക്ക സന്ദർശനത്തിനിടെ സുപ്രധാന പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ച് സൗദിയും അമേരിക്കയും. നിക്ഷേപവും സഹകരണവും മെച്ചപ്പെടുത്താൻ ധാരണ. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ വധത്തിൽ സൗദിക്ക് പങ്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. കുഞ്ഞന്റെ കരുത്തുറ്റ പ്രകടനം. കാൽപന്തിൽ ചരിത്രം കുറിച്ച് ക്യുറസാവോ. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി. ലോകകപ്പ് യോഗ്യത നേടുന്ന ചെറിയ രാജ്യമെന്ന ബഹുമതി ക്യുറസാവോയ്ക്ക്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വീണ്ടും നിരാശ. മധ്യപ്രദേശിനെതിരെ കൂറ്റൻ സ്കോർ നേടിയിട്ടും മത്സരം സമനിലയിൽ. കൊണ്ടുപോയത് കോടികൾ. ബംഗളൂരു നഗരത്തിൽ പട്ടാപ്പകൽ വൻകൊള്ള. ATMൽ നിറയ്ക്കാൻ കൊണ്ടുപോയ 7 കോടിയിലേറെ രൂപ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞെത്തിയ സംഘം കവർന്നു. സംഭവം ജയനഗറിലെ അശോക് പില്ലറിന് സമീപം. സ്റ്റോറി ഓഫ് ദി ഡേ. ബോധ്യപ്പെടുത്താൻ വേറിട്ടൊരു വഴി.
ശബരിമല സംബന്ധിച്ച റിപ്പോർട്ടുകളിലേക്കാണ്. ശബരിമലയിൽ വീഴ്ച സംഭവിച്ചോ, വീഴ്ച വരുത്തിയെന്നാണ് ഹൈക്കോടതി. ശബരിമലയിലെ ഭക്തജന തിരക്കിൽ നിയന്ത്രണം പാളിയതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആസൂത്രണവും ഏകോപനവും നടത്താത്തത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയെന്ന് കോടതി. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കാനും നിർദ്ദേശം. ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിൽ അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ ഹൈക്കോടതി നടത്തിയത്. കോടതി വ്യക്തമായ നിർദ്ദേശവും മുന്നറിയിപ്പുകളും നൽകിയിട്ടും ദേവസ്വം ബോർഡ് അത് ഗൗരവമായി എടുത്തില്ലെന്ന് കോടതി വിലയിരുത്തി. 6 മാസം മുൻപ് തന്നെ ശബരിമലയിൽ മുന്നൊരുക്കവും ആസൂത്രണവും നടത്തേണ്ടിയിരുന്നതല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. പോലീസിനെ മാത്രം പഴിച്ചിട്ട് കാര്യമുണ്ടോ? വിവിധ വകുപ്പുകളുടെ ഏകോപനവും ആസൂത്രണവും വേണ്ടിയിരുന്നതല്ലേ എന്നും കോടതി ചോദ്യം ഉന്നയിച്ചു. 4000 പേർക്ക് മാത്രം നിൽക്കാൻ സ്ഥലമുള്ളിടത്ത് 20,000 പേരെ സ്പോട്ട് ബുക്കിംഗിലൂടെ തിരികെ കയറ്റിയവർ മറുപടി പറയണമെന്നും കോടതി പറഞ്ഞു. മണ്ഡലം മകരവിളക്ക് കാലത്ത് ശബരിമലയിലും പമ്പയിലും ഓരോരോ പ്രത്യേക സ്ഥലങ്ങളിൽ എത്ര പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെന്ന് പഠനം നടത്തിയോ എന്നും കോടതി ചോദിച്ചു. തിരക്കിന്റെ വ്യാപ്തിയും ഓരോ സ്പോട്ട് തിരിച്ച് അവിടെയൊക്കെ എത്ര പേരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുമെന്നും പഠിക്കുവാൻ ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. തിരക്ക് നിയന്ത്രണത്തിന് പ്രത്യേക സംഘം വേണമെന്നും വിഷയം ശാസ്ത്രീയമായി പഠിച്ച് പരിഹരിക്കണമെന്നും കോടതി നിലപാടെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. നിലവിൽ ശബരിമലയിൽ സന്നിധാനത്ത് തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000 അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് 20,000 ഒക്കെയാണ്. അങ്ങനെ ആകെ മൊത്തം 90,000 പേർക്കാണ് ദർശനത്തിന് അനുമതി നൽകാറുള്ളത്. ചിലപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കൂട്ടി കൂടുതൽ ഭക്തരെ ഉദ്യോഗസ്ഥർ കടത്തിവിടാറുമൊക്കെയുണ്ട്. ഇന്നലെ അങ്ങനെയാണ് സംഭവിച്ചത്. കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും നിയന്ത്രണം ഒരുക്കുന്നതിൽ വീഴ്ച പറ്റുകയായിരുന്നു ദേവസ്വം ബോർഡിനും സർക്കാരിനും. അതിൽ മറുപടി പറയണമെന്നുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തിരക്ക് ഇനി ആവർത്തിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. തിരക്ക് നിയന്ത്രിക്കുന്നതിനായുള്ള ഏകോപനത്തിൽ ചെറിയ പ്രശ്നമുണ്ടാകുകയായിരുന്നു. പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ മാത്രം ഭക്തർ ശബരിമലയിലേക്ക് വരണം. മുൻ ബോർഡിന് വീഴ്ച പറ്റിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ചില തീരുമാനങ്ങൾ പ്രായോഗിക തലത്തിൽ വന്നില്ലെന്നും കെ ജയകുമാർ വ്യക്തമാക്കി. കോടതി പറയുന്ന അതേ സ്വരത്തിൽ തന്നെ ഞാനും പറയുന്നത് 6 മാസത്തിന് മുമ്പ് തുടങ്ങേണ്ടതാണ്. തുടങ്ങുകയും ചെയ്തു. ഇവർ തുടങ്ങിയില്ല എന്ന് പറയുന്നില്ല. പക്ഷേ തുടങ്ങിയത് പലതും തീരുമാനങ്ങൾ നടപ്പിലായില്ല. ബോർഡ് ഒരു നടപടി എടുത്തില്ല എന്നൊന്നും ഞാൻ പറയുകയല്ല. പ്രശാന്തിൻ്റെ ബോർഡ് എല്ലാ വർഷങ്ങളിലും എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും നിരവധി ചർച്ചകളിലൂടെ തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ ഈ ബോർഡ് മാറ്റം എന്നാണ് 13-ാം തീയതി പഴയ ബോർഡ് പോകുന്നു, 15-ാം തീയതി പുതിയ ബോർഡ് വരുന്നു. ഈ സമയത്ത് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവർ ശബരിമല തീർത്ഥാടന കാലത്തെ കുഴപ്പത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷം. സർക്കാർ ഈ സീസൺ വികലമാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അയ്യപ്പ ഭക്തർ മല കയറാതെ തിരികെ പോകുന്നു. തീർത്ഥാടനം സുഗമമാക്കുന്ന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ UDF പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപട്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണ്ണക്കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഞങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ UDFന്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും. ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം 4 ദിവസമായിട്ട് വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഭയാനകമായ സ്ഥിതിയാണ്, ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നാണ്. അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നു. എന്നാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്? ശബരിമലയിൽ നടന്നത് മനുഷ്യാവകാശ ലംഘനമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. വെർച്വൽ ക്യൂ സംവിധാനം വാഗൺ ട്രാജഡിക്ക് സമം. തീർത്ഥാടനം തുടക്കത്തിൽ തന്നെ പാളി. ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടക്കാത്തത് ശബരിമല തീർത്ഥാടന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മുന്നൊരുക്കങ്ങളും നടത്താത്ത ശബരിമല തീർത്ഥാടന ചരിത്രത്തിലെ ആദ്യത്തെ തീർത്ഥാടനമാണ് ഇത്തവണത്തേത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അനുഭവിച്ചത് സത്യത്തിലൊരു മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടന്നത്. മുന്നൊരുക്കങ്ങളൊന്നും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നടത്താതിരുന്നത് ബോധപൂർവമാണ്, മനഃപൂർവ്വമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDFന്റെയും രാഷ്ട്രീയ അജണ്ട ശബരിമലയിൽ വീണ്ടും നടപ്പാക്കുകയാണോ എന്ന സംശയമുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പോ.
ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി ദേവസ്വം ബോർഡ്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം 5000-ൽ നിജപ്പെടുത്തി. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുമുള്ള അയ്യപ്പ ഭക്തരെ നിയന്ത്രിച്ചതോടെ സന്നിധാനത്ത് തിരക്ക് കുറഞ്ഞു. ദർശനം നടത്താതെ തിരികെ പോയവരെ ADGP തിരികെ വിളിച്ചു. അതേസമയം ദർശനത്തിനെത്തിയവരുടെ എണ്ണം കുറവായിരുന്നിട്ടും ഇന്നലെ വലിയ തിരക്കുണ്ടായതിൽ ദുരൂഹതയുണ്ടെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തരെ നിയന്ത്രിച്ച് ശബരിമലയിലേക്ക് കയറ്റിവിട്ടതോടെയാണ് സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറഞ്ഞത്. സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതി ഇടപെട്ട് തിങ്കളാഴ്ച വരെ 5000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. ദിനവും 75,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള സൗകര്യമൊരുക്കാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം മണിക്കൂറുകൾ നിന്നാണ് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് ഇന്നും എത്തിയത്. നിലയ്ക്കലും പമ്പയും കൂടാതെ ശബരിപീഠം, മരക്കൂട്ടം എന്നിവിടങ്ങളിലും നിയന്ത്രണ വിധേയമായാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസം തിരക്ക് മൂലം ദർശനം നടത്താതെ തിരികെ പോയ കൊല്ലത്തു നിന്നുള്ള 8-അംഗ സംഘത്തെ ശബരിമല പോലീസ് ചീഫ് ADGP S. ശ്രീജിത്ത് തിരികെ വിളിച്ച് ദർശനത്തിന് സൗകര്യമൊരുക്കി. ഇന്നലെ കുറച്ച് നേരത്തേക്ക് കുറേ ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ട് വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. അവർ രണ്ടാമത് ഇവിടെ കൊണ്ടുവന്ന് തൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ജനുവിനായിട്ടുള്ള ഭക്തർക്ക് അവരുടെ വെർച്വൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊടാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ്. ഇന്നലെ അയ്യപ്പ ഭക്തരുടെ എണ്ണം കുറവായിരുന്നിട്ടും വലിയ തിക്കും തിരക്കുമുണ്ടായ സാഹചര്യം ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. തീർത്ഥാടനം അലങ്കോലപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടന്നതായി സംശയിക്കുന്നതായും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ആവശ്യപ്പെട്ടു. പക്ഷേ ആ അവകാശവാദങ്ങളെല്ലാം തീർത്തും പൊള്ളയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കടുത്ത അലംഭാവമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 10,000-55,000 ആളുകൾ മാത്രം പടികയറിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തിരക്ക്, ഇത്രയും മണിക്കൂറുകൾ അവർക്ക് നിൽക്കേണ്ടി വന്നത് എന്നുള്ളത് ദുരൂഹം. ശബരിമലയിലെ തിരക്കു നിയന്ത്രിക്കുന്നതിനായി NDRFന്റെ ആദ്യ സംഘവും ശബരിമലയിൽ എത്തി. തൃശൂരിൽ നിന്നുള്ള സംഘമാണ് ശബരിമലയിൽ എത്തിയത്. ചെന്നൈയിൽ നിന്നുള്ള സംഘം ഉടൻ ശബരിമലയിലേക്ക് എത്തും. കേന്ദ്രസേനയും ശബരിമലയിൽ കർമ്മനിരതരായിട്ടുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം. എന്തായാലും ഇന്നലത്തെ ഭയാനകമായ അവസ്ഥയ്ക്ക് ശേഷം ഇന്ന് സന്നിധാനം ശാന്തമായിരുന്നു. സന്നിധാനത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതോടെ തിരക്ക് നിയന്ത്രണ വിധേയമായി എന്നുള്ള കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ എത്തിയാൽ അടുത്ത ദിവസം സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിന് സൗകര്യമൊരുക്കും. അവസാനം സൂചിപ്പിച്ച പോലെ തന്നെ NDRFന്റെ ആദ്യ സംഘം ശബരിമലയിൽ ചുമതല ഏറ്റെടുത്തിട്ടുമുണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ. ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കടമ മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് മുരാരി ബാബുവിന്റെ വാദം. അതേസമയം N. വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് മുന്നോടിയായി പ്രൊഡക്ഷൻ വാറന്റ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. നാളെ കൊല്ലം വിജിലൻസ് കോടതി കേസ് പരിഗണിക്കും. ഒപ്പം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കലും വിജിലൻസ് കോടതി നാളത്തേക്ക് മാറ്റി. ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു പ്രതിയാണ്. കേരളത്തിലെ SIRൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തൽക്കാലം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയത്. CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജിയും അന്നേ ദിവസം പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതിനാൽ SIR നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ചീഫ് സെക്രട്ടറിയാണ് SIRുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനായി അഭിഭാഷകൻ CK ശശിയാണ് SIR ഹർജികൾ ചീഫ് ജസ്റ്റിസിന് മുൻപാകെ ഉന്നയിച്ചത്. മുസ്ലിം ലീഗിനു വേണ്ടി രാജ്യസഭാ MPയും അഭിഭാഷകനുമായ ഹാരിസ് ബീരാനും ഇതേ ആവശ്യം ഉന്നയിച്ചു. ആവശ്യം പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ ഒന്നിച്ച് വെള്ളിയാഴ്ച പരിഗണിക്കും ന്ന് വ്യക്തമാക്കി. നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് ഇത് പരിഗണിക്കാനുള്ള ആവശ്യം തന്നെ ഉന്നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേ ചെയ്യണമെന്ന് ഉള്ള ആവശ്യം കൊണ്ട് തന്നെയാണ്. ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ലീഗിന്റെ ഹർജിയെ സംബന്ധിച്ച് SIRന്റെ ഭരണഘടനാ സാധുത തന്നെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ആളുകളെ
ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഇതാണ്. അത് ഭരണഘടനാപരമായിട്ട് തെറ്റായിട്ടുള്ള സംഗതിയാണ്, ഭരണഘടനാ ലംഘനമാണ്. അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരിനും ലീഗിനും പുറമെ CPM, കോൺഗ്രസ് എന്നീ പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. CPM-ന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുസ്ലിം ലീഗിന് വേണ്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, കോൺഗ്രസിനായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരാണ് ഹർജി നൽകിയത്. SIR ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് CPM ഹർജിയിൽ വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നിലവിലെ SIR നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും CPM ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. SIR-ൽ വിട്ടുവീഴ്ചയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIR നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. BLO-മാരുടെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമായിരിക്കും. BLO-മാരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരം ക്രിമിനൽ കേസെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഏതെങ്കിലും രീതിയിൽ BLO-മാർക്കെതിരെ ജോലി സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യം പരിശോധിക്കും. 97% ഫോമുകളും വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. SIR വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് BLO-മാരുടെ ജോലി സമ്മർദ്ദവും ആത്മഹത്യയും ഉൾപ്പെടെ വ്യാപക പരാതികൾ ഉയരുമ്പോഴും നടപടിക്രമങ്ങൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. ഡിസംബർ 4-ന് മുമ്പ് തന്നെ ഫോം വിതരണം പൂർത്തിയാക്കണം. BLO-മാരെ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമാണെന്നും ഭരണഘടനാപരമായാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും അതിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആസ് ലോങ് ആസ് ഇലക്ഷൻ കമ്മീഷനുടെ ജോലി ചെയ്യുവാണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി കൺസിഡർഡ് ആസ് ദ പബ്ലിക് സർവൻറ്റ് ഫോർ വർക്ക് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ CEO എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് BLO. അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം. BLO-മാരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കും. 10 വർഷം വരെ തടവ് ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ ജോലി ആരെങ്കിലും തടസ്സപ്പെടുത്തുവാണെങ്കിൽ അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. മിസ്ഇൻഫർമേഷൻസ് BLO-മാർക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സൈബർ അറ്റാക്സ്, ഓൺലൈൻ അറ്റാക്ക്, സോഷ്യൽ മീഡിയ അറ്റാക്സ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈബർ പോലീസിൻ്റെ സഹായത്തോടു കൂടി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള ആൾക്കാരെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൈബർ ലോസ് അനുസരിച്ചിട്ട് IT ആക്ട് അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ DOs മുഖാന്തരം പോലീസിന് അത് കൂടി കൊടുക്കുന്നതായിരിക്കും. അതേസമയം BLO-മാർക്ക് ജോലി സമ്മർദ്ദമോ ഭീഷണിയോ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. BLO-മാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. വില്ലേജ് ഓഫീസർമാർ അടക്കം സഹായിക്കണം. BLO-മാരുടെ പ്രതിഷേധത്തിൽ നടപടി സ്വീകരിക്കില്ലെന്നും തെറ്റായ പ്രചാരണങ്ങൾ പാടില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 97% ഫോമുകളും വിതരണം ചെയ്തതായും തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ SIR സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി പറയുമ്പോൾ BLO-മാർക്ക് ജോലിഭാരമുണ്ടോ, അല്ലെങ്കിൽ BLO-മാർ നേരിടുന്നത് സമ്മർദ്ദമാണോ, ഭീഷണിയാണോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആലപ്പുഴയിൽ BLO-മാർക്ക് കടുത്ത സമ്മർദ്ദമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ജില്ലാ കളക്ടർ നേരിട്ട് വിളിച്ചു ശാസിച്ചു. വാട്സപ്പ് ഗ്രൂപ്പിലും കളക്ടറുടെ പരസ്യശാസന. BLO-മാർ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് കളക്ടർ അലക്സ് വർഗീസിന്റെ ശബ്ദ സന്ദേശം അമൃത വാർത്തകൾക്ക് ലഭിച്ചു. ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കുമെന്നും കളക്ടറുടെ ഭീഷണി. സമ്മർദ്ദത്തിലാക്കരുതെന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ അഭ്യർത്ഥിച്ച് BLO-മാർ. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും അവൾക്കൊന്നും യാതൊരു സീരിയസും ഇല്ല. നിർബന്ധമായിട്ട് അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഇന്നലെയായിട്ട് ജോയിൻ ചെയ്ത പലർക്കും അവർ നെറ്റ് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടില്ല. അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോംസ് പലതും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ തത്തമ്പള്ളിയിൽ മത്സരരംഗത്തിറങ്ങുന്നവർക്ക് മറ്റൊരു അഗ്നിപരീക്ഷ കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തിറങ്ങുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോലും കയറേണ്ടതില്ല എന്നാണ് ഇക്കൂട്ടരുടെ തിട്ടൂര്. കഴിഞ്ഞ 3 ടേമിലെ പാർലമെന്റ്, അസംബ്ലി, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് വേളകളിൽ മതിലെഴുതിയും മുട്ടിച്ചും വൃത്തികേടാക്കരുതെന്ന് സ്ഥാനാർത്ഥികളോടും പാർട്ടികളോടും അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടികളൊന്നും അധികൃതരും സ്വീകരിച്ചില്ല. ഇതോടെ കടുത്ത നിലപാടിലേക്ക് എത്തുകയായിരുന്നു തത്തമ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ. നമ്മൾ ഈ പ്രാവശ്യം ഒരു ശക്തമായ തീരുമാനം എടുത്തേക്ക് ഒരു മധുര പ്രതികാരം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇതിനെയൊക്കെ ധിക്കരിക്കുന്ന ആൾക്കാർ വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ
വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക, അവരെ തിരിച്ചയക്കുക എന്ന് അറിയിക്കാൻ നമ്മൾ ഈ അവസരം വിനിയോഗിക്കുക. കഴിഞ്ഞ തവണ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് പരിസരം വൃത്തികേടാക്കരുതെന്ന TRAയുടെ ആവശ്യം സ്വീകരിച്ചത്. അടുത്ത മാസം നടക്കുന്ന ആലപ്പുഴ മുനിസിപ്പൽ ഇലക്ഷന് മതിലിൽ ഒട്ടിച്ചതിനും എഴുതിയതിനു ശേഷം വരുന്ന സ്ഥാനാർത്ഥികൾ ഏതു രാഷ്ട്രീയ പാർട്ടി ആയാലും TRA പ്രദേശമടങ്ങുന്ന ജില്ലാ കോടതി തത്തമ്പള്ളി വാർഡുകളിലെ വീടുകളിൽ വോട്ട് തേടി എത്തേണ്ടതില്ലെന്ന സൂചനയാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഈ റെസിഡൻസ് അസോസിയേഷന് കീഴിൽ 74 കുടുംബങ്ങളാണുള്ളത്. ഇവിടേക്കൊന്നും ഇക്കൂട്ടർക്ക് പ്രവേശനമുണ്ടാകില്ല. ഇതിനെല്ലാം പുറമെ പ്രദേശത്ത് പൊതുപ്രവർത്തന പരിചയമില്ലാത്തവർ, സാധാരണ നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ച് ധാരണയില്ലാത്തവർ, പല പ്രാവശ്യം സ്ഥാനാർത്ഥിയായവരും വിജയിച്ചവരും, പൊതുകാര്യം എന്ത് ചെയ്തിട്ടുണ്ടെന്ന പട്ടിക പ്രസിദ്ധീകരിക്കാത്തവർ, ജയിച്ചാൽ പഠിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സമയം കളയാനിടയുള്ളവർ, ജയിച്ച അന്ന് തുടങ്ങി പ്രവർത്തന നിരതരാകാൻ താല്പര്യമില്ലാത്തവർ, പിരിവ് തേടിയെത്തുന്നവർ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും മുൻകൂട്ടി തിരക്കാത്തവർ, അങ്ങനെ തത്തമ്പള്ളിക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ സാധ്യതയുള്ളവർ നിരവധിയാണ്. ജയമോ പരാജയമോ ജനവിധി എന്ത് തന്നെയായാലും തിരഞ്ഞെടുപ്പെന്ന പരീക്ഷ കടക്കും മുൻപ് തത്തമ്പള്ളിയിലെ ഈ അഗ്നിപരീക്ഷ കൂടി കടക്കണം. എത്ര തലമുതിർന്ന നേതാക്കളായാലും. ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ ആവേശപ്പോരിലേക്ക് കടക്കുമ്പോൾ തലവേദന മാറാതെ മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് എന്തായാലും ആശ്വസിക്കാം. മുട്ടട ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം. വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാമെന്നും മത്സരിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വോട്ട് നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ദിവസങ്ങൾ നീണ്ടുനിന്ന ആശങ്കയ്ക്കാണ് ഹൈക്കോടതിയുടെ ഉത്തരവോടെ പരിഹാരമായത്. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത നടപടി ചോദ്യം ചെയ്താണ് വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയിലെത്തിയത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്നറിഞ്ഞത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തന്നെ ഒഴിവാക്കിയതെന്നും വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തണമെന്നുമായിരുന്നു ആവശ്യം. അനാവശ്യ രാഷ്ട്രീയം കളിച്ച് വോട്ടവകാശം നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നു. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് 24-കാരിയുടെ വോട്ടവകാശം തടയരുതെന്നും കോടതി പറഞ്ഞു. അതേസമയം കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന് വൈഷ്ണ സുരേഷ് പ്രതികരിച്ചു. വിമാനപൂർവ്വമായിട്ടുള്ളൊരു നിമിഷമാണ്. കാരണം ഒരാളുടെ വോട്ട് നിഷേധിക്കപ്പെട്ട് അത് തിരിച്ചു കിട്ടുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന് തോന്നുന്ന ഒരു നിമിഷമാണ്, ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടല്ലോ. ആ ഒരു നിമിഷത്തിലാണ് ഞാൻ കറൻലി നിൽക്കുന്നത്. ഈ മാസം 20-നകം വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണം. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കണമെന്നും സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. കോടതിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ VM വിനുവിനെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീക്കി. കോഴിക്കോട് കല്ലായി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ്. സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊരുങ്ങുകയാണ് VM വിനു. VM വിനുവിന് 2020-ലും 2025-ലും വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് വ്യക്തമായതോടെ കോഴിക്കോട് കോർപ്പറേഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി. കല്ലായി ഡിവിഷനിൽ നാളെ തന്നെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF പ്രചാരണം തുടങ്ങും. വിനുവിന് വോട്ട് ഇല്ലാതായതിന്റെ കാരണം ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകിടന്ന് DCC പ്രസിഡന്റ് ആവർത്തിച്ചു. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ജോലിയില്ലല്ലോ, ആ ഒരു വീഴ്ചയിലിനകത്ത് ആ വീഴ്ചയ്ക്കെതിരുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടരുന്നു. കോടതി വിധി കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം കൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇവിടെ കാണേണ്ടത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കണ്ടിക്ക് പകരം പുതിയയാളെ പ്രഖ്യാപിച്ചു. രമ്യ K ആണ് ഇവിടെ സ്ഥാനാർത്ഥി. അതേസമയം സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് VM വിനുവിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. സ്ഥാനാർത്ഥി നിർണയവും വിമതശല്യവും 3 മുന്നണികളിലും പല രീതികളിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരത്തെ CPM വിമതനായ ലോക്കൽ കമ്മിറ്റി അംഗം K ശ്രീകണ്ഠനെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തിരുവനന്തപുരം നഗരസഭയിലെ ഉള്ളൂരിൽ നിന്ന് വിമതനായി മത്സരിക്കുന്ന ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് K ശ്രീകണ്ഠനെയാണ് CPM പുറത്താക്കിയത്. സീറ്റ് നൽകാത്തതിനാൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രീകണ്ഠൻ രംഗത്തെത്തിയിരുന്നു. എല്ലാ മുന്നണികളിലും സീറ്റ് വിഭജന പ്രശ്നങ്ങളും കൂടുമാറ്റവും തുടരുകയാണ്. ആലപ്പുഴയിൽ DCC അംഗം VM അമ്പിളിമോൻ BJPയിൽ ചേർന്നു. കായംകുളം നഗരസഭ മൂലേശ്ശേരി വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്നാണ് പാർട്ടി വിട്ടത്. അതേസമയം ആലപ്പുഴയിലെ CPM നേതാവ് BJP സ്ഥാനാർത്ഥിയായി. CPM മുൻ LC സെക്രട്ടറി P അരവിന്ദനാണ് BJP സ്ഥാനാർത്ഥിയായത്.
17 വർഷം CPM തുറവൂർ പഞ്ചായത്ത് അംഗമായിരുന്നു. CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് BJPയിൽ ചേർന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി CPM മാറ്റി. കാട്ടകാമ്പൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിരുന്ന KB ജയനെയാണ് മാറ്റിയത്. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MV പ്രശാന്തനാണ് പുതിയ സ്ഥാനാർത്ഥി. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയൻ മത്സരിക്കുന്നതിന് നിയമതടസ്സമുണ്ടായതോടെയാണ് നടപടി. എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് DCC ട്രഷറർ KK സോമൻ രംഗത്തെത്തി. പാമ്പാക്കുട ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന തന്നെ ഒഴിവാക്കി മൂവാറ്റുപുഴയിൽ നിന്നുള്ളയാളെ മത്സരിപ്പിക്കുന്നതിലാണ് പ്രതിഷേധം. മലപ്പുറത്ത് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ സംഘർഷമുണ്ടായി. പെരുവള്ളൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിലേക്ക് യൂത്ത് ലീഗിനെ പരിഗണിക്കാത്തതിലാണ് പ്രതിഷേധം. കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വീണ്ടും തിരിച്ചടിയുണ്ടായി. രാജിവെച്ച മുൻ ലീഗ് കൗൺസിലർ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ മൂന്നാലിങ്കൽ ഡിവിഷൻ കൗൺസിലറായിരുന്ന K റംലത്താണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മാറ്റി. കോഴിക്കോട് കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് സൗത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കണ്ടിയെയാണ് മാറ്റിയത്. തൃശൂർ എറിയാട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIയിൽ ഭിന്നത പുറത്തുവന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജിവെച്ചു. എറിയാട് ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ളയാണ് രാജിവെച്ചത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ഷിഹാബ് കാവുങ്കലിനെ നിർത്തിയതാണ് തർക്കത്തിന് കാരണം. ന്യൂസ് ഡെസ്ക് അമൃത TV. കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ UDFൽ തർക്കം. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ വാർഡുകൾ കോൺഗ്രസിന് നൽകുന്നതിനെതിരെ യൂത്ത് ലീഗ് ശക്തമായ പ്രതിഷേധമുയർത്തി. യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്തിൽ UDFലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയത്. പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള 13ാം വാർഡ് കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ പടന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡിൽ പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളെ തഴഞ്ഞ് കോൺഗ്രസിന് സീറ്റ് നൽകിയെന്നാണ് ആരോപണം. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഓഫീസ് ഉപരോധം മണിക്കൂറുകളോളം നീണ്ടു. സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമുയർത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ചരിത്രമറിയാത്ത ചില പ്രമാണി നേതാക്കൾ കോൺഗ്രസിന് സീറ്റ് അടിയറവ് വെച്ചുവെന്നും വിഷം പുരണ്ട നാവും അധോലോകത്തിന്റെ കയ്യൂക്കുമുള്ള ചില പ്രമാണി നേതാക്കൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നുവെന്നും വാട്സാപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നു. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 2-3 വാർഡുകളും കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള NDAയുടെ 101 സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തിയുള്ള വികസിത അനന്തപുരി പ്രഖ്യാപന സംഗമം നടന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം. മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒറ്റ പാർട്ടി BJP ആണെന്നും അഴിമതിരഹിത ഭരണമാണ് BJP ഉറപ്പു നൽകുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ കോർപ്പറേഷനിൽ താമസിക്കുന്ന ആരാണെങ്കിലും ഏത് സാധാരണ നിവാസിയോട് ചോദിച്ചാൽ ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് മതിയായി. തിരുവനന്തപുരം കുറവൻകോണം വാർഡിൽ LDF സ്ഥാനാർത്ഥി പിന്മാറി. അഡ്വക്കേറ്റ് KB സൗമ്യ ആയിരുന്നു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. RJDക്ക് അനുവദിച്ച സീറ്റാണ്. വാർഡ് കൺവെൻഷൻ നടക്കുന്നതിന് തൊട്ടുമുമ്പാണ് പിന്മാറ്റം. RJD തന്നെ പുതിയ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും.